ഹീറോയുടെ ഡോഗും അസുഖം വന്ന് ബോധം കെട്ട് കിടക്കുന്നുണ്ട്. പേടിച്ചു പോയ അവന് മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ചെക്ക് ചെയ്ത ഡോക്ടറും അതിന് ക്യാൻസർ ആണ്, ഇനിയും കുറച്ച് ദിവസമേ ജീവനോടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹീറോയും ഇതേപോലെ എന്നെ ഒറ്റക്കാക്കി പോകാനാണോ ചാർലി എന്റെ ലൈഫിലേക്ക് വന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാർലിയും ടിവിയിൽ എന്തോ കണ്ട് തുള്ളി ചാടുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാൽ ടിവിയിൽ എന്തോ മഞ്ഞു പ്രദേശം കാണിക്കുന്നുണ്ട്. അത് കണ്ട ഹീറോയും ചാർലിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അവസാനമായി അവളെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഫുള്ള് പാക്ക് ചെയ്തു പോയി. ഇത് കണ്ട ആ ചെറിയ കുട്ടിയും ശരിക്കും ഞാൻ ചാർലിക്ക് താങ്ക്സ് പറയാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അങ്കിളെ എന്ന് പറഞ്ഞു. അവരെ പറഞ്ഞയച്ചു. അവന് അതിനെ കൂട്ടി കാശ്മീരിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ ആ ഡോക്ടർ കോൾ ചെയ്തു. ചാർലി സൂചി കണ്ടു പേടിക്കാൻ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു. ഒരു വീഡിയോ അയച്ചു കൊടുത്തിരുന്നു. അതിൽ നോക്കിയാൽ ആ വീഡിയോയിൽ ഒരു പപ്പിയെ ഒരുത്തൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ടാൽ നമ്മുടെ ചാർലിയുടെ പോലെ തന്നെയുണ്ട്. അത് കണ്ട ഹീറോയും നിലത്ത് നോക്കിയെന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു നോക്കി. ഇത് കേട്ട് അത് പേടിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഹീറോയും ആ പപ്പി നമ്മുടെ ചാർലി ആണെന്ന് മനസ്സിലാക്കി. ആ അഡ്രസ് വാങ്ങിയിട്ട് ഹീറോ അവിടെ പോയി നോക്കിയാൽ കുറെ നായ്ക്കളെ കൂട്ടിലടച്ച് ടോർച്ചർ ചെയ്യുന്ന ഒരു സൈക്കോ ചെങ്ങായിയാണ് അത്. അവന്റെ കയ്യിലുള്ള ടാറ്റു കണ്ടതും ഹീറോക്കും അത് അവനാണെന്ന് മനസ്സിലായതും അവനെ അടിച്ച് ജീവനോടെ മണ്ണിൽ കുഴിച്ചിട്ടു. പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ നിന്ന് പോയി. ഇപ്പൊ ഹീറോയിനും ഈ വില്ലന്റെ പാർട്ട്ണറാണ് അവനും എന്ന് വിചാരിച്ച് ഹീറോയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിന്റെ മേലെ ഹീറോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ഹീറോയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി ചാർലി കമയെന്നാണ് കിടക്കുന്നത്. ഇത് കണ്ട അവളും നായ്ക്കൾ എടുക്കുന്ന ഓരോ പൊസിഷനും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് നിന്നെ നല്ലോണം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ദിവസം ചാർലി വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഹീറോ ഡ്രസ് അയച്ചു മാറ്റി നോക്കിയാൽ ഇതിന്റെ കുറെ രോമങ്ങൾ കൊഴിഞ്ഞ് ഫുള്ള് മുറിയായിട്ടുണ്ട്. ഇത് കണ്ട ഹീറോയിനും ചാർലിയുടെ ടൈം ഏകദേശമായി എന്ന് മനസ്സിലാക്കി അതിനെ പോയി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇപ്പൊ ഹീറോയിൻക്ക് അറിയുന്ന ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റിനെ പോയി കണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റോറി ഒരു മാഗസിനിൽ ആർട്ടിക്കിളായി എഴുതാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഹീറോയിനും എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഹീറോയും ചാർലിയും കുറെ ദൂരം ബൈക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് പെട്രോൾ കഴിഞ്ഞു. അപ്പോ ലിഫ്റ്റ് ചോദിച്ചതും ഒരുത്തൻ ഹെൽപ്പ് ചെയ്തു. നോക്കിയാൽ അവന്റെ കയ്യിൽ ഒരു കറുപ്പ് കളർ നായുണ്ട്. അതിനെ സ്വന്തം മകന്റെ പോലെയാണ് അവൻ നോക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി. കൂട്ടത്തിൽ ആ ഡോഗ്സ് നല്ല ഫ്രണ്ട്സായി മാറി.